Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. താങ്ക് യു. ഇന്ന് ആദ്യത്തെ ക്ലാസ്സിന് മിസ് വന്നേന്. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോയി അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിയാനെ. ഉറങ്ങോ? നമ്മള് ഈ പുലർച്ചെ എഴുന്നേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റാത്ത ടൈപ്പ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങണ്ടല്ലോ. ക്ലാസ്സിൽ ഉറക്കം പോയി കിടന്ന് ഉറങ്ങണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലേ? മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയണോ? പറഞ്ഞോളൂ. ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയും ചൂടാ. അതെല്ലേ. ഭയങ്കര ചൂടാണല്ലേ. 23 കഴിഞ്ഞില്ലേ? 23 എവിടെ പോയി? 23യുടെ ഹാക്കൊന്നുമില്ലല്ലോ. ആരുമില്ലേ? 23 ബാച്ച് സ്റ്റുഡൻസ് ആരുമില്ലേ? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എന്താ അത് അങ്ങനെ ഒരു ചോദ്യം? ഉണ്ടോ? 23കാരോടാ ചോദിക്കുന്നേ. അത് ശരി. ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ബാധകല്ല. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും സ്മൈൽ കറക്ഷനോ? എന്ത് സ്മൈൽ കറക്ഷൻ? ഒരു പ്രത്യേകതയും തോന്നുന്നില്ല എന്റെ ഫേസ് കണ്ടിട്ട്. എന്റെ ചെവി നോക്കിയേ നിങ്ങള്. ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറിയോന്ന്. എന്റെ ചെവി കണ്ടോ? അതിലൊരു കമ്മലിട്ടിട്ടുണ്ട്. കണ്ടായിരുന്നോ? കണ്ടോ? ഓർമ്മയില്ല നിങ്ങക്ക്? അവര് ഡിപ്ലോമനെ കുറിച്ച് മൊത്തത്തിൽ മറന്നു. 23 തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചു ഇന്ന് ഇത് ഇടാം. പിന്നെ വാട്സപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഗിഫ്റ്റ് തന്നതിന് എനിക്ക് നിങ്ങളോട് താങ്ക്സ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ല. അപ്പോ പലരും ഇൻസ്റ്റാഗ്രാം വഴി ടീച്ചേഴ്സ് താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മാത്രം താങ്ക്സ് പറഞ്ഞില്ല. അപ്പൊ ഇത് ഇട്ടി കാണിച്ചിട്ട് അല്ലെങ്കിൽ കാതിലിട്ട് വന്നിട്ട് താങ്ക്സ് പറയാൻ കരുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, 23കാരുടെ ഗിഫ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാ ചോദിച്ചത് ഫേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് അതാ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സീജക്ക് എന്തെങ്കിലും പിടികിട്ടിയായിരുന്നോ? സീജക്ക് എന്തെങ്കിലും പിടികിട്ടിയായിരുന്നോ? ഇപ്പൊ മിസ് പറഞ്ഞ കാരണം അവര് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. ഓക്കെ ഓക്കെ. അതാണ് എന്ത് എവിടുന്ന എന്തോ? ഓക്കെ, നമുക്കിനി നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരാം അല്ലെ? എവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? വാക്കിൻ കാൻഡിഡേറ്റ്സ് ഒക്കെ പറഞ്ഞായിരുന്നോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല. സിക്സ്ത് പറഞ്ഞതാണ്. 7 മുതലേ പറയാനുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് മുതല് 7 വരെ പറഞ്ഞു. 6 വരെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് 7 ആണ്. നെക്സ്റ്റ് 7 ആണ് അല്ലേ? നമുക്ക് തുടങ്ങാം അല്ലേ? നിങ്ങൾ ആദ്യം ഇതൊന്ന് റീഡ് ചെയ്തോളൂ. നിങ്ങൾ റീഡ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? 7 വരെ റീഡ് ചെയ്തായിരുന്നു അല്ലേ?
സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വരെ പേജ് നമ്പർ 45. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. Social media network is the aggressive research of professionals and has resulted in internet advertising, Facebook, WhatsApp, Twitter, and LinkedIn through the most industries and business establishment utilize the new generation media of software marketing through social media networks. A professional hospital does not engage in such a publicity as this may hinder the brand image of the hospital. However, in marketing, research and inquiry generation, the marketing team found an easy way for generating the national and the international inquiries through the internet through search engine marketing and search engine optimization. Detail in the marketing segment of this text. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി വരുന്ന പേജുകളിൽ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വഴി അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്നുള്ളത് അല്ലേ? നിങ്ങൾ സ്മാർട്ട്സിൽ ചേർന്നത് അങ്ങനെയല്ലേ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അല്ലെ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ വഴി എന്ത് കൊടുക്കുക, ആളുകളെ കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഒരിക്കലും അവരുടെ ബ്രാൻഡ് ഇമേജ് കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിന് ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാകും. അവര് വഴിയാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പല നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള സെർച്ച് എഞ്ചിൻ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾക്ക് വഴി പലതരത്തിലുള്ള എന്താ പറയാ അന്വേഷണങ്ങൾ, എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വേറൊന്നുമില്ല. എന്താണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ അങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴി എന്ത് ചെയ്യുന്നു, ആളുകളെ തെരഞ്ഞ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഓൺലൈൻ ജോബ് സൈറ്റ്സ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്യുക. ഓക്കെ, ഓക്കെ ആണോ? റീഡ് ചെയ്തോളൂ കേട്ടോ. അഡ്വർടൈസ്മെന്റ് റീഡ് ചെയ്തായിരുന്നോ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞ ക്ലാസ്സിൽ റീഡ് ചെയ്യുന്നോ അല്ലേ? അഡ്വർടൈസ്മെന്റും കൂടി റീഡ് ചെയ്യാ കേട്ടോ. അഡ്വർടൈസ്മെന്റും കൂടി റീഡ് ചെയ്യാ നിങ്ങള്.
വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം.
വായിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ, കുറച്ചെങ്കിലും. ഓക്കെ, ഓൺലൈൻ ജോബ് സൈറ്റ്സ് ആണ് കേട്ടോ. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഓൺലൈൻ ജോബ് സൈറ്റ്സിനെ കുറിച്ച്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എളുപ്പമാണ്. The HRD in some cases sources candidates through online job sites, HeadConges, Indeed, Shine, Naukri, and various other online portals which involve only little time and effort. The vacancies are posted in the above sites and the results have been proved on the higher side since the new generation are totally dependent on online. Not even job search, but for all their routine requirements. ഇവിടെ എന്താ പറയുന്നേ? അതായത് ചില സമയങ്ങളില് HR ഡിപ്പാർട്ട്മെന്റ്, HRD മീൻസ് HR ഡിപ്പാർട്ട്മെന്റ്, ഓൺലൈൻ ജോബ് വെബ്സൈറ്റ്സ് വഴി ജോബ് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തും. ഏതൊക്കെയാണ് വെബ്സൈറ്റുകൾ? ഏതൊക്കെയാണ് ഓൺലൈൻ വെബ്സൈറ്റുകൾ? ഏതൊക്കെയാണ് ഓൺലൈൻ ജോബ് വെബ്സൈറ്റുകൾ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേര് പറഞ്ഞ നിങ്ങൾ ഏതൊക്കെയാ? HeadConges, Indeed, Shine, Naukri അല്ലെ? ഇത്തരത്തിലുള്ള ഓൺലൈൻ ജോബ് വെബ്സൈറ്റുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്? കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചില വെബ്സൈറ്റുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയവും അതുപോലെ തന്നെ കുറച്ച് എഫേർട്ടും മാത്രം മതിയാവും അല്ലെ? കുറച്ച് സമയം കുറച്ച് എഫേർട്ടും മതിയാവില്ലേ? വെബ്സൈറ്റിൽ എന്ത് ചെയ്താൽ മതി? ആ ഒരു കാര്യം പബ്ലിഷ് ചെയ്താൽ മതി അല്ലെ? ഇന്ന ഒഴിവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോട്ടിഫൈ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ ആളുകളും ഓൺലൈൻ ഉപയോഗിക്കുന്നത് വഴി ഇത് അവരുടെ ശ്രദ്ധിക്കപ്പെടും. അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് HR ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ആ ഒരു വിഭാഗത്തിന് കുറച്ച് സമയവും കുറച്ച് എഫേർട്ടും മാത്രമാണ് ഉണ്ടാവുക ഇതുവഴി കേട്ടോ. അധികം സമയവും അധികം എഫേർട്ടും ഒന്നും ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ജോബില്, അതായത് ജോബ് വേക്കൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യും. ഇന്ന വേക്കൻസികൾ ഉണ്ടെന്ന് ഈ ഓൺലൈൻ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും? ഓൺലൈൻ ജോബ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. പുതിയ ന്യൂ ജനറേഷൻ, അതായത് പുതിയ തലമുറ ഓൺലൈൻ സർവീസിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതിനാൽ ഓൺലൈൻ ജോബ് സെർച്ച് വളരെ പ്രയോജനകരമാണ് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഓൺലൈൻ ജോബ് സൈറ്റ്സ് വഴിയും കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാറുണ്ട്? തെരഞ്ഞ് കണ്ടുപിടിക്കാറുണ്ടെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അഡ്വർടൈസ്മെന്റ് നോക്കാം. എന്താണ് അഡ്വർടൈസ്മെന്റ്? ഇൻ ഓഡിയോ, വിഷ്വൽ ആൻഡ് പ്രിന്റ് മീഡിയ, ദ ബയോഡേറ്റ complete from different sources mentioned in detail from point 1 to 9 may be inadequate compared to the vacancies that may exist. For example, if we need to recruit 10 staff, there should be at least 40 to 50 applications to enable the HR department to shortlist the same and to derive at the requesting application deemed fit for consideration based on the current requirement, wherein qualification, experience, and other criteria such as salary scale joining, salary scale, joining type, etc. are taken into consideration. The applications derived from the above sources may sometimes be insufficient considering the number of vacancies for each category and different professional categories. If the required applications meets the criteria set forth as per the present requirement, there is no need for an advertisement part. Job aspirants are different in nature. Those who are urgent in need of placement start sending their CVs from day one itself. Likewise, busy employees who are looking for a change will be reviewing the advertisements in a couple of days and also register their CVs
Those aspirants who are aggressive and look for a change in career and higher prospect investigate the advertisement, and if it matches the criteria they are looking for, apply in a gap of 1 week or so. So in a nutshell, if we intend to get all the criteria of candidates, we have to provide at least 10 to 15 days time frame for the closing of the advertisement response. Now it is our turn to review the applications received from various sources mentioned above, including advertisements. In detail, the applications received from existing data banks, circulars, notice board, job site, professional consultant, referral of management and staff, social media, and vacant candidates are compiled. Complication of applications received from various sources for each designation will be the duty of HR officer executing. Once the deadline of the advertisement is crossed, the HR officer starts shortlisting the applications according to the requirements mentioned in the advertisement. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പിടികിട്ടിയോ? അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലേ, കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ? കുറച്ച് മനസ്സിലായി. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ഇവിടെ പറയുന്നതെന്ന്. അതായത് ജോബ് വേക്കൻസിയെ കുറിച്ചിട്ടുള്ള പരസ്യം നമുക്ക് റേഡിയോ, TV, വിഷ്വൽ, ന്യൂസ് പേപ്പർ, പ്രിന്റ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ നൽകാം. നമ്മൾ റേഡിയോയിലൂടെയും ടിവിയിലൂടെയും അല്ലെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ എന്ത് കാണാറുണ്ട്? അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട് ഇല്ലേ? ന്യൂസ് പേപ്പർ ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യം നോക്കുന്നത് ജോബിന്റെ ഒരു ഇന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങളിലായിരിക്കും ജോബ് വേക്കൻസീസ് ചിലപ്പോ പത്രങ്ങളിൽ കൊടുക്കുക. ചില സമയങ്ങളിൽ അല്ലാതെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മള് ഇപ്പോൾ ടിവിയിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും ഇത്തരത്തിലുള്ള പല മാധ്യമങ്ങളിലൂടെയും എന്ത് കാണും? അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോ പല സോഴ്സുകളിൽ നിന്ന് ലഭിച്ച ബയോഡേറ്റ അല്ലെങ്കിൽ CV മാത്രം ചിലപ്പോൾ മതിയായ കാൻഡിഡേറ്റ്സിനെ നൽകണമെന്നില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഓൺലൈൻ ജോബ് പോർട്ടല്, വാക്കിംഗ് കാൻഡിഡേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ കണ്ടത്? നമ്മള് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, പ്രൊഫഷണൽ കൺസൾട്ടന്റ്, പിന്നെ നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്, പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള പല രീതികളിലൂടെയും നമ്മൾ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാറുണ്ട്? എടുക്കാറുണ്ട്, ചൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ കുറെ അധികം പല സോഴ്സുകളിൽ നിന്ന് ലഭിച്ച ബയോഡേറ്റ അല്ലെങ്കിൽ CV മാത്രം ചിലപ്പോൾ മതിയായ കാൻഡിഡേറ്റ്സിനെ നൽകണമെന്നില്ല. അതായത് HR ഉദ്ദേശിക്കുന്ന അത്ര രീതിയിലുള്ള കാൻഡിഡേറ്റ്സിനെ ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. അതായത് ഒരു 10 ജീവനക്കാരെ നിയമിക്കണമെന്ന് കരുതുക. അതായത് ഒരു 10 എംപ്ലോയീസിന് എന്ത് ചെയ്യണം? സ്ഥാപനത്തിൽ വേണം. അതിനായിട്ട് ഏകദേശം 40 to 50 ആപ്ലിക്കേഷൻസ് ലഭിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ 10 വേക്കൻസിക്ക് 10 എംപ്ലോയീസ് ആണ് വേണ്ടത്. 10 എംപ്ലോയീസ് ആണ് വേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ 10 പേരെ മാത്രമാണോ, അവരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണോ സ്വീകരിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇരട്ടി ആപ്ലിക്കൻസിനെ സ്വീകരിക്കില്ലേ, അന്വേഷിക്കില്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അപ്പൊ 10 വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 40 to 50 ആപ്ലിക്കേഷൻസ് അതിൽ ലഭിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണം? 10 എംപ്ലോയീസിനെയാണ് വേണ്ടത്, 40 to 50 ആപ്ലിക്കേഷൻസ് ലഭിച്ചു എന്ന് വിചാരിക്കാം. അതായത് ഇത്തരത്തിൽ, അതായത് 40 to 50 കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതിൽ തന്നെ നല്ല കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 10 പേരെയാണ് വേണ്ടത്, 10 പേരുടെ ആപ്ലിക്കേഷൻ ലഭിച്ചു. ചിലപ്പോ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല, നല്ല ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ നല്ല ആപ്ലിക്കൻസിനെ കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല.
ആ സമയം 40-50 പേരുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ജോബ് വേക്കൻസീസ് ഏത് സ്ഥാപനമായാലും ജോബ് വേക്കൻസീസിന്റെ ഇരട്ടിയുടെ ആളുകളെ അപ്ലിക്കൻസ് ആയിട്ട് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് അവിടെ നിലവിലുള്ള വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവിടെ ആ HR-ന്റെ ഇപ്പോഴുള്ള ആവശ്യത്തിന് അനുസരിച്ചിട്ട് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? പരിശോധിക്കുന്നതായിരിക്കും. ഈ 40-50 ആപ്ലിക്കൻസിൽ നിന്ന് അവരുടെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കും, അവരുടെ എക്സ്പീരിയൻസ് പരിശോധിക്കും, അവർ ഡിമാൻഡ് ചെയ്യുന്ന സാലറിയും എന്ത് ചെയ്യും? അത് ചെക്ക് ചെയ്യും. സാലറി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലേ? നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ സാലറി കൂട്ടി പറയോ? നമുക്ക് പറയാം, പക്ഷെ അധികമാകാനായിട്ട് പാടില്ല അല്ലെ? കൂടുതലാകാൻ പാടുണ്ടോ? കൂടുതലാക്കി എന്ത് ചെയ്യും? അവർ തരുമോ ജോലി? ഇല്ല. അപ്പൊ ഇതൊക്കെ ഈ 40-50 പേരിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? പരിശോധിക്കുന്നത്. പക്ഷെ ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഒട്ടും കുറയാനും പാടില്ല, കൂടുതലാവാനും പാടില്ല. ഓക്കെ, അത് ആ ഒരു ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി, അവിടെയുള്ള മാനേജ്മെന്റ്, അവിടെയുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ഒരുപോലെയല്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാൻഡിഡേറ്റ്സ് എല്ലാവരും ഒരുപോലെയല്ല എന്ന് പറയുന്നത്? അതായത് ജോലി അന്വേഷിക്കുന്ന ആളുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ജോലി അന്വേഷിക്കുന്ന ആളുകള് വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. എങ്ങനെയാണ് വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ ഉണ്ടാവുന്നത്? എല്ലാവരും ഒരേപോലെയാണോ? അതായത് ചില ആളുകൾക്ക് പെട്ടെന്ന് ജോലി ആവശ്യമായിട്ട് വരും, അർജന്റ് ആയിട്ട്. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ജോലി ആവശ്യമുള്ള ആളുകളെ ഡിവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. അതായത് ചില ആളുകൾക്ക് ഉടൻ ജോലി ആവശ്യമുള്ളവരുണ്ട്. അവരെന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ CV അയച്ചുകൊണ്ടേയിരിക്കും പല സ്ഥാപനങ്ങളിലായിട്ട് അല്ലേ? ഓക്കെ, അപ്പോ അവർക്കാണ് അർജന്റ് നീഡ്, അതായത് അർജന്റ് പ്ലേസ്മെന്റ് ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ അവരാണ്. അവര് എന്ത് ചെയ്യും? CV അയച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാല് അവര് ബിസി എംപ്ലോയീസ് ആണ്. അതായത് അവരിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്, അവർക്ക് ജോലി മാറ്റണം, ജോലി വേറെ, അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ചിലപ്പോ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിലൊക്കെയാണ് എന്ത് ചെയ്യുക? അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുക. ഉടൻ ജോലി ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും പത്രം നോക്കും, എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ നോക്കും അല്ലെ? നിങ്ങളിൽ ചിലർ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ഇല്ല, ചിലവര് അങ്ങനെയാണ്, എപ്പോഴും ഏത് സമയവും ജോലി അന്വേഷിച്ചു കൊണ്ടേയിരിക്കുവാണ് ചെയ്യുന്നത്. അതാണ് അർജന്റ് നീഡ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് അവർ എംപ്ലോയീസ് ആണ്. അവർക്ക് എന്താണ്? അവര് ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു മാറ്റം വേണം, ഒരു ചേഞ്ച് വേണം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് ചില സമയങ്ങളിൽ നോക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് അവര് കരിയറിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചും കൂടുതൽ അവസരങ്ങളും നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അവരും എന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് നോക്കാറുണ്ട്. അപ്പൊ 3 തരം ആളുകളുണ്ട്. 1, പെട്ടെന്ന് ജോലി ആവശ്യമുള്ളവര്. 2, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവര്. 3 എന്ന് പറഞ്ഞാല് അവർക്ക് ജോലി ഉണ്ടാവും, നല്ല പൊസിഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ കരിയറിൽ അവർക്കൊരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവസരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ത് നോക്കുക? ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? എനിക്ക് അർജന്റ് അല്ല ജോലി, കാരണം എനിക്കിപ്പോ ഓൾറെഡി എനിക്കൊരു ജോലി ഉണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യും? പത്രങ്ങൾ നോക്കാറുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, നോക്കാറൊന്നുമില്ല കേട്ടോ.
ഇടയ്ക്ക് എന്ത് ചെയ്യും, പത്രങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ്, എനിക്ക് ഈ ജോലിയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എന്റെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ നോക്കും, പറ്റുവാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ 3 തരം ആളുകളെ നമ്മൾ കണ്ടു. ഇനി അഡ്വർടൈസ്മെന്റിലെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തുടങ്ങിയ ക്രൈറ്റീരിയ തങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ അപ്ലൈ ചെയ്യും. ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? ശരിയാണ്, കുറെ നാള് കഴിയുമ്പോൾ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനെന്നല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടു, ഓക്കെ, ജോബ് വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാല് നമ്മൾക്ക് എല്ലാത്തിനും കയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? എല്ലാത്തിനും കയറി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചിലത് നമ്മൾ താഴത്തേക്ക് വായിച്ചു വരുമ്പോ നമുക്ക് നിരാശ തോന്നുമല്ലോ, നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നും, അല്ലെ? അങ്ങനെ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ലേ? സത്യം പറയണം കേട്ടോ. ഉണ്ടോ? ഉണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, അഡ്വർടൈസ്മെന്റിലെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തുടങ്ങിയ ക്രൈറ്റീരിയ തങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം ആ ജോലിക്ക്. അതായത് അവര് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അവര് പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ, എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ കൂടുതൽ കാൻഡിഡേറ്റ്സിന് അവസരം നൽകാനായിട്ട് അഡ്വർടൈസ്മെന്റ് 10-15 ദിവസം ഓപ്പൺ ആയി വെക്കണം. അതായത് 1-2 ദിവസങ്ങളല്ല, ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പ് വേണം. അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടു, അതിന് ഇത്രാം തീയതി വരെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു 15-ാം തീയതിയാണ് പത്രത്തിൽ പരസ്യം വന്നതെങ്കിൽ 30-ാം തീയതിയാണ് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് തുറന്നു വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആപ്ലിക്കേഷൻസ് ലഭിക്കുന്ന സോഴ്സസ് എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കാം. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, നിലവിലുള്ള കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ, അതായത് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റ വഴി ലഭിക്കും. പിന്നെ സർക്കുലറുകൾ വഴി ലഭിക്കാറുണ്ട്, നോട്ടീസ് ബോർഡുകൾ വഴി ലഭിക്കാറുണ്ട്, ജോബ് സൈറ്റ് വഴി ലഭിക്കാറുണ്ട്, പ്രൊഫഷണൽ കൺസൾട്ടന്റ് വഴി ലഭിക്കാറുണ്ട്, റെഫറൽസ്, അതായത് മാനേജ്മെന്റ് സ്റ്റാഫുകളും റെഫർ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ലഭിക്കാറുണ്ട്, സോഷ്യൽ മീഡിയ വഴി, വാക്കിംഗ് കാൻഡിഡേറ്റ്സ് വഴി, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ധാരാളം കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻസ് ലഭിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് അഡ്വർടൈസ്മെന്റിൽ പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, പാരഗ്രാഫ് കാണുന്നത് പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാല് നമ്മുടെ പലതരത്തിലുള്ള ആപ്ലിക്കന്റിനെ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ അവരെ നോട്ടീസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പല രീതിയിൽ പല സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കൻസ് അപേക്ഷ കൊടുക്കുന്നത് അല്ലെ. അതിനുശേഷം പിന്നെ എന്താ ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നോക്കാം. നിങ്ങൾ ആദ്യം അതൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഷോർട്ട് ലിസ്റ്റിംഗ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.
കഴിഞ്ഞു. ഓക്കെ. വരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് നോക്കാം. Listing of applicants will be based on the specific criteria or required parameters. Parameters can be classified into qualification, experience, salary range, testimonials, personality, joining time, date of birth, etc. We can fix as many parameters so that only highly shortlisted and perfect candidates are called for a personal interview to make the process simpler and cleaner. For example, if we call all the candidates who have applied for the interview without any shortlisting, the interview process will become a tedious or a Herculean task. Herculean task എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് മലയാളം? ഭഗീരഥ പ്രയത്നം. കേട്ടിട്ടുണ്ടാവുമല്ലോ. Okay. If we received around 700 applicants for 15 number of vacancies of an RMO post, it will be waste to call all of them to waste the time of the aspirants as well as the interviewers. Better shortlist them according to the above parameters and finally make a list of around 45 to 60 thrice the requirement or 4 times the requirement, so that the interview panel can easily look onto other parameters which are above the specified parameters. Let us now move on to the next step. Desired applications have been received at the end of the hospital. Shortlisting also stands completed according to the designations and as per the parameters laid out. Next step is to decide on an interview date. The availability of all job aspirants are not normally considered while fixing an interview date. They should keep out of all engagements and make it convenient to attend the scheduled interview. However, the specific interview panel should be available for the interview for which the HR manager should take an oral confirmation and later a written reconfirmation before sending the information call letters to the job aspirants. For confirming the interview panel, it is necessary to visualize the interview panel. Okay. അപ്പോൾ എന്താണ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഷോർട്ട് ലിസ്റ്റിംഗ്? അതായത് നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് എന്ത് ലഭിച്ചു? എന്താണ് പല സോഴ്സുകളിൽ നിന്ന് ലഭിച്ചത്? CV അല്ലെങ്കിൽ ആപ്ലിക്കൻസിനെ ലഭിച്ചു അല്ലെ? ഓക്കെ. ആപ്ലിക്കേഷൻസ് നമ്മൾ ധാരാളം ആപ്ലിക്കൻസിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് ലഭിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ലഭിച്ച ആപ്ലിക്കേഷൻസിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുന്നത് നിശ്ചയിച്ച, അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും. ഓക്കെ. ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിനെ ഒരു 100 ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 100 ആപ്ലിക്കേഷനിൽ നിന്ന് എല്ലാവരെയും തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അവർക്ക്. ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിനെ ആപ്ലിക്കൻസിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇനി ക്രൈറ്റീരിയ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്രൈറ്റീരിയ ആയിട്ട് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് 1 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, 2 വർക്ക് എക്സ്പീരിയൻസ്, 3 സാലറി ഡിമാൻഡ്, എത്രയാണ് സാലറി ഡിമാൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില കേസിൽ റെക്കമെൻഡേഷൻസ്, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കും, റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ജോലി കിട്ടുന്ന സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ചിലർക്ക് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും അല്ലെ. ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ ചില ആപ്ലിക്കൻസിന്? സാധാരണ നോർമലി ഉള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ അയാൾക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന സമയം, പിന്നെ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ഒരു പ്രധാന ഘടകമാണ് അല്ലെ
ജോലിയിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ക്രൈറ്റീരിയ ആയിട്ട് അവര് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നത്. ഇനി കൂടുതൽ ക്രൈറ്റീരിയ നിശ്ചയിക്കുവാണെങ്കിൽ ഏറ്റവും അനുയോജ്യരായ കാൻഡിഡേറ്റ്സിനെ മാത്രം പേഴ്സണൽ ഇന്റർവ്യൂവിന് വിളിക്കും. ഇനി ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ ഒക്കെ നോക്കി, അതായത് വർക്ക് എക്സ്പീരിയൻസ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു കുറച്ചു പേര് എന്ത് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, കുറച്ചു പേരെ ചൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? എങ്ങനെയാണ് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതെന്ന് മനസ്സിലായോ ഇപ്പോ? ഓക്കെ, അപ്പോ ഇങ്ങനെ ഇന്റർവ്യൂവിന് വിളിക്കും. ഇനി ഇതിലൂടെ അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇന്റർവ്യൂ പ്രോസസ്സ് എളുപ്പവും അതുപോലെ തന്നെ നല്ല ഓർഡറോടും കൂടിയിട്ട് നടക്കും. അതാണ് ഷോർട്ട് ലിസ്റ്റിംഗിന്റെ പ്രത്യേകത. ഇനി ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യാതെയാണ് നമ്മള് ഇന്റർവ്യൂവിന് എല്ലാവരെയും വിളിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? അതായത് ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ഒരു 700 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ 700 പേരെയും ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ പാനലിന്റെ സമയവും പാഴായി പോകും, അവിടെ വരുന്ന കാൻഡിഡേറ്റ്സിന്റെ സമയവും വേസ്റ്റ് ആയി പോകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ ബുദ്ധിമുട്ടുള്ളതും അതുപോലെ തന്നെ സമയമെടുക്കുന്ന രീതിയിലുള്ളതും ആയിരിക്കും. അപ്പോ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്. ഇങ്ങനെ കുറെ അധികം കാൻഡിഡേറ്റ്സിനെ, എല്ലാ കാൻഡിഡേറ്റ്സിനും ഷോർട്ട് ലിസ്റ്റ് ചെയ്താല് ഉള്ള പ്രത്യേകത. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ, അതായത് ഒരു 15 RMO വേക്കൻസീസിന് 700 ആപ്ലിക്കേഷൻസ് ലഭിച്ചു എന്ന് കരുതുക. 700 പേരെയും ഇന്റർവ്യൂവിന് വിളിക്കുന്നത് കാൻഡിഡേറ്റ്സിന്റെയും ഇന്റർവ്യൂസിന്റെയും സമയം പാഴാക്കുന്നതിന് തുല്യമാണ്. അതിനാൽ എന്താണ് ചെയ്യേണ്ടത്? മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ച് കാൻഡിഡേറ്റ്സിനെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. 700 പേരിൽ നിന്ന് ഏകദേശം 45 to 60, അതായത് 40, 45, 60 പേരെ എന്ത് ചെയ്യാം, ഇന്റർവ്യൂവിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടോ? അപ്പൊ 700 പേര് ആപ്ലിക്കേഷൻസ് അയച്ചു കഴിഞ്ഞാല് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എത്ര പേരാണെന്ന് നോക്കി നിങ്ങള്. 45, 60 പേരെയാണ് ഇത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. കേട്ടോ? ഓക്കെ, ഇനി ആവശ്യമായിട്ടുള്ള വേക്കൻസീസിന്റെ ഏകദേശം 3-4 മടങ്ങ് കാൻഡിഡേറ്റ്സിനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ വേക്കൻസി എത്രയാണോ അതിന്റെ 3-4 മടങ്ങ് കാൻഡിഡേറ്റ്സിനെയാണ് എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. കാരണം നല്ല കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും എണ്ണം ആളുകൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂ പാനലിന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് എന്ത് ചെയ്യും, എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, അതും ഒരു പ്രത്യേകതയാണ്. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫില്. അതായത് ഇത്തരത്തിലുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്? അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പല സോഴ്സുകളിൽ നിന്ന് ആപ്ലിക്കേഷൻസിനെ കിട്ടി. ഓരോ പോസ്റ്റിനും നിശ്ചയിച്ച ക്രൈറ്റീരിയ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റിംഗ് പൂർത്തിയായി. അപ്പോ കുറെ ആപ്ലിക്കൻസിനെ കിട്ടിയതിൽ നിന്നും നമ്മുടെ ക്രൈറ്റീരിയ, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ റെക്കമെൻഡേഷൻ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിന്റെ ഡേറ്റ് തീരുമാനിക്കണം. എപ്പോഴാണ് ഇന്റർവ്യൂ നടത്തേണ്ടത്? നമുക്കൊരു ഡേറ്റ് കിട്ടില്ല, ഇന്ന തീയതിയിലാണ്. അപ്പോ അവര് നേരത്തെ എന്ത് ചെയ്യും, അത് നിശ്ചയിച്ചിട്ടുണ്ടാകും. എന്ത് ചെയ്യണം, ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും സൗകര്യം നോക്കാറില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നത്. ആപ്ലിക്കൻസിന്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണോ തീരുമാനിക്കുന്നത്? അല്ല, ആണോ? അല്ല, അവര് തീരുമാനിക്കും അല്ലെ, എപ്പോഴാണ് ഇന്റർവ്യൂ വേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പോ
കാൻഡിഡേറ്റ്സ് അവരുടെ എന്തെങ്കിലും പ്രോഗ്രാമുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിശ്ചയിച്ച ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. ഓക്കെ. പിന്നെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്റർവ്യൂ പാനലിലെ അംഗങ്ങൾ ആ ദിവസം അവൈലബിൾ ആയിരിക്കും. അവരുടെ സൗകര്യം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുക കേട്ടോ. ഇന്റർവ്യൂ പാനലിൽ ധാരാളം ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ സൗകര്യം നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യണം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും, HR മാനേജർ ഉണ്ടല്ലോ, HR ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ ആദ്യം വാക്കാൽ കൺഫർമേഷൻ വാങ്ങുകയും പിന്നീട് റിട്ടേൺ ആയിട്ട്, അതായത് എഴുത്ത് രൂപേണ കൺഫർമേഷൻ വാങ്ങുകയും ചെയ്യും. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ വാക്കാൽ പറയുകയും റിട്ടേൺ ആയിട്ട് അത് വാങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ഇൻഫർമേഷൻ അഥവാ കോൾ ലെറ്റർ അയക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിന് എന്ത് അയക്കുന്നത്, കോൾ ലെറ്റർ അയക്കുന്നത്. ഓക്കെ. ഇനി പിന്നെ അതിനുശേഷം കോൾ ലെറ്റർ അയച്ചതിന് ശേഷം പിന്നീട് അവർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ ഉണ്ടാകണം, ആരൊക്കെയാണ് ഇന്റർവ്യൂ പാനലിൽ പങ്കെടുക്കേണ്ടത്. അത് അവരെന്ത് ചെയ്യണം, മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ഇതാണ് ഇന്റർവ്യൂ വരെയുള്ള ഘട്ടം കേട്ടോ. ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു, ഇന്റർവ്യൂവിന് തൊട്ടു മുമ്പുള്ള ഘട്ടം വരെയുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. ഇന്റർവ്യൂ പാനൽ റീഡ് ചെയ്തോളൂ. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് ഇല്ല? ഓക്കെ, നമുക്ക് വായിക്കാം. Interview panel. Before finalizing the interview panel, we have to see which category of interview is going to be scheduled. For example, an interview for appointing housekeeping staff members need not be addressed by a chairman of the hospital. Likewise, the interview for the medical superintendent need not be addressed by a lower designated staff like the nursing superintendent. So before we decide upon the interview panel, we have seen the category of the requirement. Okay. അതായത് ഇന്റർവ്യൂ പാനൽ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. എന്ത് കാര്യമാണ്? അതായത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ഇന്റർവ്യൂ ആണ് നടത്തുന്നതെന്ന് നോക്കണം. ഏത് വേക്കൻസിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് പോസ്റ്റ് ആണ്, എന്താണ് ഡെസിഗ്നേഷൻ, ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ഇന്റർവ്യൂ ആണ് നടത്തുന്നതെന്ന് എന്ത് ചെയ്യണം, നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ വരുന്നത് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, ഏത് ടൈപ്പ് ആണ്, ഏത് കാറ്റഗറി ഓഫ് ഇന്റർവ്യൂ ആണ് എന്ന് നോക്കേണ്ടത്. ഓക്കെ. ഇവിടെ എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ അതിന് വലിയ സീനിയർ ലെവൽ ചെയർമാന്റെ ആവശ്യം ഇല്ല. ആ ഇന്റർവ്യൂ പാനലിൽ സീനിയർ ലെവലിലുള്ള ചെയർമാന്റെ ആവശ്യമുണ്ടോ?
ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ വേണ്ട. അതാണ് കാറ്റഗറി നോക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാറ്റഗറി നോക്കിയിട്ടാണ് ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, വേറൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. മെഡിക്കൽ സൂപ്രണ്ടന്റ് പോലുള്ള ഉയർന്ന പോസ്റ്റിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള പോസ്റ്റ് ആയിട്ടുള്ള നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉയർന്നൊരു പോസ്റ്റ് ആണ് അല്ലെ. അപ്പോ അവരെ തിരഞ്ഞെടുക്കുന്ന പാനലില് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ആവശ്യം ഇല്ല. താഴ്ന്ന ലെവലിലുള്ള നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ആവശ്യം വരുന്നില്ല. അതിനാൽ ഇന്റർവ്യൂ പാനൽ തീരുമാനിക്കുന്നതിന് മുമ്പ് ഏത് കാറ്റഗറിയിലെ സ്റ്റാഫ് ആണ് ആവശ്യം എന്ന് ആദ്യം നോക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് തീരുമാനിക്കുക കേട്ടോ. ക്ലിയർ ആണോ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഡൗട്ട് ഒന്നും ഇല്ല. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നേ. ആ കാറ്റഗറി ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. കാറ്റഗറി വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കാറ്റഗറി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വായിക്കേണ്ടി വരില്ലല്ലോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ എന്നാ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. അപ്പോ നെക്സ്റ്റ് വ്യാഴാഴ്ച കാണാം. ഓക്കെ.